ദൈവം എനിക്ക് സൗഖ്യം തന്നു. ദൈവം എനിക്ക് സൗഖ്യം തന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുക. ഇത് നിങ്ങളുടെ ദിവസമാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുന്ന ദിവസമാണ്. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് മാറ്റിമറിക്കും. പരാജയപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നെങ്കിൽ, തകരപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, വചനം ഇന്ന് അത്ഭുതം ചെയ്യും. ബൈബിൾ അതൊരു സത്യമാണ്. അതിൽ ആര് വിശ്വസിക്കുന്നോ അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇന്നത്തെ വചനം ഭയങ്കര ബ്ലെസ്ഡായ ഒരു വചനമാണ്. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് ഭയങ്കര ദൈവശക്തി വ്യാപരിക്കാൻ പോകുക. നമുക്ക് പ്രാർത്ഥനാപൂർവം വചനത്തിനു മുമ്പിലായിരിക്കാം. കർത്താവ് ഭയങ്കര കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനാപൂർവം ദൈവവചനത്തിലേക്ക് കടക്കാം. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാപൂർവം വചനം അനുഭവിക്കാൻ കർത്താവ് പറയാ, താണു പോയ നിന്നെ ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ വയ്യാത്ത പോലെ അവൻ നിന്നെ താങ്ങി നിർത്താൻ പോവുക. ദേശത്തുനിന്ന് മൂടോടെ പിഴുതെറിയുമെന്ന് വാദപ്രതിവാദം നടത്തുന്ന ദുർശക്തിയെ നോക്കി പറ, യേശു എന്നെ താങ്ങി നിർത്തും. കഴിവില്ലെന്ന് വിധി എഴുതി തള്ളിയ ചിലതിനെ ദൈവം ഒരു മെതിവണ്ടിക്ക് തുല്യമായി ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ പോകുന്നു. പ്രാർത്ഥിക്കുന്ന ചിലരെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാ. നിനക്കെതിരെ പിശാചുണ്ടാക്കുന്ന ഗൂഢപദ്ധതികളെ പൊളിച്ച് ദൈവം ചിലരെ ഉപയോഗിക്കാൻ പോകുകയാ. അപ്പം ദൈവകരങ്ങളിൽ ഉപയോഗിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നല്ലേ? നീ നിമിത്തം ഒരാൾക്കൊരു പുതിയ വഴി ഉണ്ടായി കിട്ടുവാന്നേ എത്ര നല്ലതായിരിക്കും. ഒന്നോർത്ത് വയ്ക്ക്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ നിമിത്തം അനേകർ അനുഗ്രഹിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ നിമിത്തം മറ്റൊരാൾ അനുഗ്രഹിക്കപ്പെടണോ? ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജീസസ്, നിങ്ങൾ ജീവിക്കുന്നത്, ഇപ്പം ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ പിള്ളേർക്കും വേണ്ടി അല്ല. നോ, അവരും ജീവിക്കുന്ന എൻ്റെ കൂടെ. പക്ഷെ ഞാൻ മറ്റൊരാൾക്ക് കൂടെ പ്രയോജനപ്പെടണം. എനിക്ക് ഭാര്യയായി മാത്രം പ്രയോജനപ്പെട്ടാൽ പോരാ, സഭയ്ക്ക് പ്രയോജനപ്പെടണം. എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ മക്കളായിട്ട് പ്രയോജനപ്പെട്ടാൽ പോരാ, അവർ ദൈവത്തിന് പ്രയോജനപ്പെടണം. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടെ, ആരെയൊക്കെയോ ദൈവം കൈകളിൽ ഉപയോഗിക്കാൻ പോകുന്നു. എന്നോട് ദൈവാത്മാ പറയാ, ചിലരുടെ മേൽ വ്യാപരിക്കുന്ന ദുർഭൂതത്തെ ഇളക്കുവാൻ, ചില പൈശാചിക ശക്തികളെ അഴിച്ചുവിടാൻ ദൈവം ചിലരെ ഉപയോഗിക്കാൻ പോകുന്നു. അത് തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്റെ ദൈവം ചിലരെ ഉപയോഗിക്കാൻ പോകുന്നു. അപ്പം നമ്മൾ ചിന്തിക്കാൻ പോവാ, അപ്പൊ ആർക്കാ ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹമില്ലാത്ത? എടാ, എനിക്കതേ ഉള്ളൂ, എന്നെ ഉപയോഗിക്കണേ എന്നാ പ്രാർത്ഥന. അമ്മ സത്യം കേൾക്കണം. അപ്പം ദൈവം ഉപയോഗിക്കുമോ? ഉപയോഗിക്കും. എല്ലാരും ഉപയോഗിക്കുമോ? ഉപയോഗിക്കും. ആമീൻ. പക്ഷേ ഇപ്പോഴത്തെ നിന്റെ സ്വഭാവം വെച്ച് ഉപയോഗിക്കത്തില്ല.
ഇപ്പോഴത്തെ നിന്റെ ഈ സ്വഭാവം വെച്ച് നിന്നെ മാക്സിമം അനുഗ്രഹിക്കാന്ന് അത്ര ഇപ്പം അനുഗ്രഹിച്ച് നിർത്തിയേക്കുക. നിന്റെ ഈ സ്വഭാവം വെച്ച് മാക്സിമം നിനക്ക് ഉള്ളതിൻ്റെ കൂടെ ഒരു +2 ഇട്ട് ആഡ് ചെയ്ത് തന്നേക്കുക. അതിനപ്പുറം പോവുകയില്ല. ഇതിനപ്പുറം വല്ലതും പ്രതീക്ഷിക്കുന്നെങ്കിൽ നിന്നിൽ മാറ്റങ്ങൾ വരണം. മാറ്റം വരുത്തിയേ പറ്റൂ. ഇന്ന് പോലെ ഞാൻ കയ്യടി കൂട്ടുന്ന കാര്യമല്ല പറയുന്നത്, പ്രസംഗം. മാറ്റം വന്നിട്ട് കയ്യടിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഈ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഭാര്യയുടെ നല്ല നടപ്പിനാൽ ഭാര്യ ദിവസവും പ്രാർത്ഥനയ്ക്ക് സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ല. അങ്ങനല്ല, നിങ്ങളിൽ ഉള്ള മാറ്റം മറ്റുള്ളവരിൽ മാറ്റങ്ങൾ വരുത്തും. അപ്പം ശ്രദ്ധിക്കുക, നമുക്ക് ബൈബിളിലോട്ട് വരാം. കർത്താവിൻ സ്തോത്രം. അപ്പം നിന്നെ പുതിയതാക്കി മാറ്റാൻ പോകുന്നു. ആഗ്രഹമുണ്ടോ? നിനക്കൊന്ന് പുതിയതാകാൻ ആഗ്രഹമുണ്ടോ? നിന്റെ ആ പഴയ സ്വഭാവമൊക്കെ ഒന്ന്, ചിലരൊക്കെ പറയാറുണ്ട് എൻ്റെ പണ്ടത്തെ സ്വഭാവത്തിനായിരുന്നു. അതിൻ്റെ അർത്ഥം ഇപ്പോഴും അതെന്ത് ചെയ്തിട്ടില്ല. ചിലർക്ക് വീര്യകഥകളൊക്കെ ഇറക്കും, ഞാനൊക്കെ വടിവാൾ കറങ്ങ കൈയാണ്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇടയ്ക്ക് അവസരം കിട്ടിയാൽ കറങ്ങുമെന്നാണ്. പണ്ട് ലോകത്തിൽ കൊണ്ടയായിരുന്നു, ഇപ്പം രക്ഷിക്കപ്പെട്ടപ്പോൾ പാസ്റ്റർ കൊണ്ടയായി. അത്രേ ഉള്ളൂ, വേറെ ഒരു മാറ്റവും കുഞ്ഞ്. അതല്ല വ്യത്യാസം. ഹല്ലേലൂയ. പണ്ട് നാട്ടുകാർക്ക് വേണ്ടി കേസ് കൊടുക്കുക, ഇന്നിപ്പോൾ സഭാവിശ്വാസികൾക്കെതിരെ കേസ് കൊടുക്കും. ഒരു മാറ്റവും. അതല്ല ബൈബിൾ ആഗ്രഹിക്കുന്ന മാറ്റം. നമുക്ക് വായിക്കാം ഒരു വാക്യം. കർത്താവിൻ്റെ സ്വന്തം സുപരിചിതമായ വാക്യമാണ്, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു മേഖലയിലൂടെയാണ് ഈ ദൂതിന്ന് പോകുന്നത്. 2 Corinthians chapter 5 verse 70. 2 Corinthians 5-ാം അധ്യായം 17-ാമത്തെ വാക്യം സുപരിചിതമായ വാക്യമാണ്, ശ്രദ്ധിക്കണം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഒരുവൻ പെന്തിക്കോസിലായാൽ പുതിയ സൃഷ്ടിയാകുമെന്നല്ല. ക്രിസ്തുവിലായി പലരും പെന്തിക്കോസിലായി, ക്രിസ്തുവിലായില്ല. ചില പറഞ്ഞു എൻ്റെ ശരീരത്തോട് ഓടുന്ന രക്തവേദാന്നറിയോ? യേശുവിൻ്റെ അല്ലാതെ എന്തൊഴിയാലും ഗുണമില്ല, വെറുതെയാ. വലിയൊരു കാര്യത്തിൽ. അപ്പൊ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അവൻ പുതിയൊരു വ്യക്തിയായി മാറും. പണ്ട് ഉള്ളവയെ ഓർക്കണ്ട, ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു. അങ്ങോട്ടാ വരാൻ പോകുന്നത്. ഒന്ന്, അവൻ പുതിയ സൃഷ്ടിയാകുന്നു. നമ്മളിൽ എന്ത് വേണം? മാറ്റം വേണം. അതിൻ്റെ കാരണം പറയാം. ദൈവം ഒരാളെ ഉപയോഗിക്കണമെങ്കിൽ അയാൾ പുതിയതായിരിക്കണം. എന്നാൽ മാത്രമേ ദൈവം ആ വ്യക്തിയെ ഉപയോഗിക്കത്തുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. നിന്റെ ഈ രീതിയിൽ ഒരിക്കലും ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. നീ പുതുതായാൽ നിന്നെ ദൈവം കൈകളിൽ ഉപയോഗിക്കാൻ ശക്തനാണ്. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതിൻ്റെ കാരണം സുവിശേഷങ്ങളിൽ യേശു പഠിപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട്. വായിച്ച് മത്തായി സുവിശേഷം 9-ാം അധ്യായം 17-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കാണണം. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. ഇല്ല. പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലേ പകർന്നു വെക്കുള്ളൂ. അങ്ങനെ രണ്ടും ഭദ്രമാകും. ഈ പുതിയ വീഞ്ഞ് ആരും എന്ത് ചെയ്യത്തില്ല. നിന്റെ ഈ തുരുത്തിക്കകത്തോട്ട് ഈ വീഞ്ഞ് വരികയല്ല. വന്ന പ്രശ്നം തുരുത്തി പൊളിഞ്ഞു, നീ നശിച്ചും പോവും. വീഞ്ഞ് പകരാൻ വീഞ്ഞിന്റെ ഉടമസ്ഥൻ റെഡിയാ. പക്ഷെ നിനക്കൊരു ഡ്യൂട്ടി ഉണ്ട്, നിന്റെ തുരുത്തി പുതിയതാക്കണം. ഒരാമയും പറഞ്ഞു തുടങ്ങണം. കാരണം പുതിയ തുരുത്തിക്കകത്ത് പുതിയ വീഞ്ഞ് പകരാൻ എൻ്റെ കർത്താവ് റെഡിയാ. എന്നോട് ദൈവാത്മാവ് പറയുന്നു, നിനക്കൊരു വ്യത്യാസം വന്നാൽ നിന്നെ ദൈവം ഉപയോഗിച്ചിരിക്കും. നിനക്കൊരു ചേഞ്ച് വന്നാൽ നിന്നെ ദൈവം ഉപയോഗിച്ചിരിക്കും. നിന്നെ ദൈവം വ്യത്യാസം. ഈ മോശക്കുഞ്ഞ് മോശ ജനിക്കുമ്പോഴേ ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു? മോശയെ ഉപയോഗിച്ച് മിസ്രൈമിൻ്റെ നുകത്തെ അടിച്ച് 40 ലക്ഷത്തെ പുറത്തെടുക്കാൻ ആര് പദ്ധതി ഇട്ടിരുന്നു? ദൈവം. എന്തുകൊണ്ട് മോശ ജനിച്ചപ്പോൾ മുതൽ മോശ ഉപയോഗിച്ചില്ല?
നീണ്ട 40 മോശയ്ക്ക് ഇങ്ങനെ വേർതിരിച്ച് ആടിനെ എത്തിയിട്ട് അമ്മായിയപ്പൻ്റെ കൂടെ, കർത്താവിന് സ്തോത്രം, ആമി സഹോദരങ്ങളുടെ കൂടെ ഒക്കെ ആമി ഓരോ പീരീഡ് കട്ട് ചെയ്തിട്ടിരുന്നത് എന്തിനാണെന്നറിയോ? സ്തോത്രം, ഇവനൊന്ന് പുതുകിയാലേ ദൈവത്തിന് ഉപയോഗിക്കുന്നു. ഒരാമീമ്പ നിങ്ങൾ തിരിഞ്ഞു ചിന്തിക്കണം. ഇന്ന് ആരാധിച്ചിട്ടാലും കുഴപ്പമില്ല കുഞ്ഞെ, നിന്നിൽ പുതുമ വന്നെങ്കിൽ മാത്രമേ ഈ പുതിയ വീഞ്ഞ് തുരുത്തിക്കകത്ത് പകരത്തുള്ളൂ. മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതിന്റെ കാരണം ഞാൻ നിങ്ങളോട്, ദൈവത്തിന് ഇന്ന് ഉപയോഗിക്കാൻ ആളെ ആവശ്യമുണ്ട്. നിങ്ങൾക്കറിയാമോ, കർത്താവിന് സ്തോത്രം, ചില കമ്പനിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കർത്താവിന് ശ്രദ്ധിക്കണേ, ഈ അമേരിക്കയിൽ നേഴ്സസിനെ എടുക്കുന്നത് വെച്ചിട്ടില്ലേ? ഉണ്ട്. കുവൈറ്റിൽ നേഴ്സസിനെ എടുക്കുന്നത്, പക്ഷെ ഇന്ന് വരെ സുവിശേഷ വിലക്ക് എടുക്കുന്ന സെക്ഷൻ നിർത്തിയിട്ടില്ല. എന്ന് എത്ര എടുത്താലും തികയാത്ത പോലെ വീണ് കിടക്കുക. ഇവിടെ അങ്ങനെ ക്ലോസിംഗ് എന്നൊരു സെക്ഷൻ ഇല്ല. ഇവിടെ ഫയൽ കൊടുത്താൽ ഉടൻ പാസ്സാവും, പക്ഷെ എല്ലാ ഫയലും പാസ്സാകത്തില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം. സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 50 ആടുകളെ ഏൽപ്പിച്ച അതിനെ കറന്ന് കുടിച്ച് ചില പാടുകൾക്കൊന്നും പാലുമില്ല. ഇപ്പം ഇടയന്മാർ കുടിച്ചിരിക്കുക. എൻ്റെ പൊന്നു കുഞ്ഞെ, പുതിയ ആടിനെ കയറ്റി സഭയ്ക്കകത്തോട്ട്. ബ്രദറെ, ഞങ്ങൾ പ്രവർത്തിച്ചിട്ട് ആരും വരുന്നില്ല. ഒറ്റ വഴിയുള്ളൂ, പച്ചയായ പുൽപ്പുറത്തവൻ നിന്നെ കിടത്തും. നല്ല ആടിനെ സംബന്ധിച്ച് നല്ല പച്ചപ്പുല്ല് കിട്ടിയാലേ കയറത്തുള്ളൂ. ആട് ഉണക്കപ്പുല്ല് തിന്നുകയല്ല. അതിന് ഉപദേശിയുടെ ജോലിയാ നല്ല പച്ചപ്പുൽ തകടി ഉണ്ടാക്കണം. എവിടാ? പ്രാർത്ഥനാ മുറിക്കകത്തിരുന്നു. എന്ന് പറഞ്ഞാൽ ചില ആടുകൾ വന്നാ മേഞ്ഞേറ്റൊന്ന് ഉറങ്ങിയേച്ചൂടെ പോകാനുള്ള അവസരം ഉണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ യോഗത്തിന് ഉറങ്ങുന്നതല്ല, ഇവിടെ മേഞ്ഞാൽ അവന്റെ വീട്ടിൽ സമാധാനത്തോടെ ഉറങ്ങാൻ കൃപ തരും. അറിഞ്ഞൊരു ഹല്ലേലൂയ പറ. ഞാനൊരു പ്രധാന ഭാഗത്തേക്കാണ് പോകുന്നത്. എന്നോട് ദൈവാത്മാവ് ഇന്നലെ രാത്രി പറഞ്ഞു, ചിലരെ ഞാൻ ഉപയോഗിക്കും. 2016 നിന്റെ മേൽ കടക്കുന്ന പ്രവചനങ്ങൾ പൊട്ടിമുളച്ച് നിന്നെ ദൈവകരത്തിൽ ഉപയോഗിച്ച് അനേകരുടെ മുമ്പിൽ ദൈവം ഒരു അതിശയമാക്കി മാറ്റാൻ പോകുന്നു. അത് ആത്മാവിൽ കാണുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ ആരാധനയ്ക്കകത്തിരിക്കുന്ന ചിലരെ ഏലിയാവിന്റെ പുതപ്പ് ഏലിശായുടെ മേൽ വീണതുപോലെ അഭിഷേകത്തിന്റെ പുതപ്പ് ചിലരുടെ മേൽ വീണിട്ട് ആൾ മാറിയതുപോലെ യേശുവിന്റെ രക്തം ക്ഷയം. എനിക്കറിയാം, ഭയങ്കര ദൈവതേജസ്സ് ഇറങ്ങുന്നു ഇവിടെ. ഇന്ന് പകൽ ചിലരെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാ. ചില കുടുംബങ്ങളുടെ ബന്ധനങ്ങളെ അഴിപ്പാ ചിലരെ ദൈവം ഉപയോഗിക്കട്ടെ. എനിക്കറിയത്തില്ല, ദൈവാത്മാവ് വെളിപ്പെടുത്തി തരികയാ. ഈ ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് ചിലരെ ദൈവം കൈകളിൽ എടുക്കട്ടെ. ഓ, നിന്നെ ഇണങ്ങിയ ആയുധമായി ഇന്ന് പകൽ ആരാധിക്കുന്ന ചിലരെ യേശുവിന്റെ നാമത്തിൽ നിന്റെ കൂടാരത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തിയെ നിന്റെ പ്രാർത്ഥനയാൽ ബന്ധിക്കുവാൻ നിന്റെ അധരത്തെ മൂർച്ചയുള്ളൊരു വാളാക്കി എന്റെ ദൈവം മാറ്റിയെടുക്കട്ടെ. അപ്പൊ ഇവിടെ ധ്യാനിച്ചു വന്ന ഭാഗം മറക്കരുത്. നിങ്ങൾ പുതിയതാകണം. നിങ്ങൾ എന്താകണം? പുതിയതാകണം. വലിയ പ്രയാസമാണ് പുതിയതാകാൻ, പക്ഷെ വിചാരിച്ചാൽ നടക്കും. ഇപ്പം നിങ്ങൾക്ക് അതിനെ തോന്നില്ലേ നിങ്ങളുടെ കുറച്ച് സ്വഭാവമൊക്കെ മാറ്റണമെന്ന്? ഞാനൊരു കാര്യം പറയാം, നമ്മുടെ കുറവ് നമ്മൾ അംഗീകരിക്കുന്നതാണ് നമ്മുടെ വിജയം. ബൈബിൾ പറഞ്ഞ ലംഘനം മറച്ചു വെക്കുന്നവന്. ഈ ചിലര് ബ്രദറിന് അങ്ങനെ സംഭവിച്ചോന്ന് ചോദിച്ചാൽ അങ്ങനില്ല, പിന്നെ അങ്ങനെ പിന്നെ ഞാൻ എന്തുവാ പറയുന്നത് ഓർക്കുന്നില്ല. അപ്പളെ ഓർത്തോടെ ഉടായിപ്പ. ചെല്ലു പറയും, ബ്രദറെ ശരിക്കും ദൈവം വെളിപ്പെടുത്തില്ലോ. അയ്യോ കർത്താവേ, എത്ര കഥ, ഞാൻ തെറ്റിപ്പോയി. അവനെ വിശ്വസിക്കുക. അവന് തിരിച്ചു വരണമെന്ന് താല്പര്യമുള്ളവനാ. ഒരാമയും വരുന്നില്ല. പിന്നെ ചിലരോട് ക്ഷമ വയ്ക്കുന്ന കാണത്തില്ലയോ? വല്ലതും ഉണ്ടോ വിട്ടാര്? അവൻ ആയുസ് വിടുവോ? അങ്ങനല്ല. നിങ്ങൾ പുതിയതാകണം. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു 10 സ്വഭാവം മാറ്റണമെന്ന് തോന്നിയിട്ടില്ലയോ? അതെ, ശരിയല്ലേ? അതെന്താ? നിങ്ങൾ അംഗീകരിക്കണം.
എന്നിട്ട് ഇന്ന് തൊട്ട് നിങ്ങൾ അതിന് പരിശ്രമിക്കണം. ദേഷ്യം വരുമ്പോൾ ഞാൻ വല്ലതൊക്കെ പറഞ്ഞു പറയരുത്. അന്നേരം ഒരു ചൂയിങ്കം വായിക്കത്തിട്ടോണം. ഒരാളൊരിക്കൽ പറഞ്ഞു, ബ്രദറെ എനിക്ക് ദേഷ്യം വന്നോണ്ടേ ഭാര്യയെ തല്ലണം. അപ്പം ഒരു പാസ്റ്റർ പറഞ്ഞു കൊടുത്തു, തല്ലരുത്, ഒരു നല്ല തലയണ, 2 കവർ നല്ല പഞ്ഞി കുത്തി നിറച്ചൊരു തലവണ നല്ല ഇട്ട് 2 തയ്യലൊക്കെ തയ്ച്ച് ഒരു കവർ ഇങ്ങനെ തിരിച്ചിട്ട് ഒരു കവർ ഇങ്ങനെ ദേഷ്യം വരും മുറിക്കകത്ത് വാതിലടിച്ച് അങ്ങ് ഇട്ടിക്കണം. അതിൽ ദേഷ്യം തിരുമ്പി ഇറങ്ങി പോരണം. പുള്ളി പറഞ്ഞു 2 തലവണ തയ്പ്പിച്ച പിന്നെ ഒരു പ്രശ്നവും ഞങ്ങളുടെ വീട്ടില്ല. എന്നാലും പുള്ളിക്ക് എന്തും ആയിട്ടില്ല. ഭാര്യയുടെ പേര് ഓർത്തോണ്ട തലവണ ഇടിക്കുന്നു. പിന്നെ ഞാനതിൽ ചില പറയും വീട്ടിലെ ദേഷ്യം സഭയെ വന്നാൽ തീർക്കുന്നു. മിണ്ടുന്നില്ല. പണ്ടൊരു ഉപദേശിച്ച് പ്രസംഗിക്കുന്നത് കേട്ടു, കയറ് പൊട്ടിച്ചു വരുന്ന കാളയുടെ മുമ്പിലും സഭായോഗം നിർത്തിച്ചു വരുന്ന പാസ്റ്റർ മുമ്പിലും പോയി നിൽക്കരുതെന്ന്. ശ്രദ്ധിച്ചുകയാണ് ഞാൻ പ്രധാന ഭാഗത്തേക്ക് വരിക. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം നിങ്ങൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ. നിങ്ങൾ പുതിയതാകണം. നിന്റെ സ്വഭാവം മാറ്റാൻ ഒരു പ്രവാചകനും പ്രവചിക്കണ്ട. നിന്റെ സ്വഭാവം ഷാർപ്പായിട്ട് ആർക്കറിയാം? ഞാൻ ഇവിടെയൊക്കെ നന്നാണോ എന്ന് എനിക്കറിയത്തില്ലയോ? അതൊരു പ്രവചനം. ദൈവം ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ. അതൊക്കെ ചുമ്മാതാ. ഇത് തത്തെ കൊണ്ട് ചീട്ടടിപ്പിക്കുന്ന പരിപാടിയല്ല. ഒരാമയും പറഞ്ഞാണ്, നിന്റെ കുറവ് നിനക്കറിയാം, അത് നീ കണ്ടുടരണം. നിങ്ങൾ ഏതിൽ നിന്ന് വീണിരിക്കുന്നെന്ന് ഓർത്ത് മാനസാന്തരപ്പെടേണ്ടത് ആവശ്യം അത്രേ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാണ്. അപ്പം ശ്രദ്ധിക്കണം, ഒന്ന്, നിങ്ങൾ എന്താകണം? സ്വഭാവത്തിൽ ഒരു മാറ്റം വരണം. ഞാൻ ബൈബിളിലേക്ക് വരാൻ പോവാം. കർത്താവിന് സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ടെ. കർത്താവിന് സ്തോത്രം. നമുക്ക് സംഖ്യാപുസ്തകം എടുക്കാം. സംഖ്യാപുസ്തകം, നമ്പേഴ്സ് ചാപ്റ്റർ 14, 14 അധ്യായം 24 വാക്യം. ശ്രദ്ധിച്ചേ. സംഖ്യാപുസ്തകം 14 അധ്യായം 24 വാക്യം. എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവം ഉള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതും. ഒന്ന് കൈ കൊടുത്ത ചോറ. വേറൊരു സ്വഭാവം. നമ്മളൊക്കെ ചിലരെ കുറിച്ച് പറയുന്നതല്ല. തങ്കച്ചന് വേറൊരു, മാത്യുവിന് ആള് പാവ, പക്ഷെ വേറൊരു സ്വഭാവം. ആ സ്വഭാവമല്ല. എൻ്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളത്. അവന് വേറൊരു സ്വഭാവം. എന്താ സ്വഭാവം? ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. മറ്റാർക്കുമില്ലാത്തൊരു സ്വഭാവം നീ ഏറ്റെടുക്കണം. ഒരാമയും പറഞ്ഞാട്ട്. ഈ കൊരിന്ത്യർ പൗലോസ് പറഞ്ഞുകൊണ്ട്, കാട്ടൊലിവിൻ ശാഖയായിരുന്ന നമ്മെ അവൻ മുറിച്ചെടുത്ത് നാട്ടൊലിവോട് ഒട്ടിച്ചു. ഞാൻ പ്രധാന ഭാഗത്തേക്ക് വരിക. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ജീസസ് വേറൊരു സ്വഭാവത്തിനുടമയാകാൻ. മറ്റാർക്ക് നിന്റെ സ്വഭാവം കണ്ട് ചിലർ അത്ഭുതപ്പെടണം. എന്നൊരു നല്ല സ്വഭാവമാണ്. അങ്ങനെ കർത്താവിന് സ്വന്തം അങ്ങനെ വേണം. ചില സമയത്ത് കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ ഈ പെൺകുട്ടികളുടെ സ്വഭാവം തിരക്കും. അതിലൊക്കെ തിരക്കും. എങ്ങനെയുണ്ട്? അസൂയുള്ളവരാണെന്ന് പറയും, അയ്യോ സൂക്ഷിച്ചോണേ. പിന്നെ ചില വലിയ മിടുക്കന്മാരുണ്ട് പറയും, അവർ പറയും ഞങ്ങളൊന്നും പറയുന്നില്ല, പക്ഷേ അന്വേഷിച്ച് കണ്ടൊക്കെ ചെയ്താൽ നല്ലതാ. അത്രയും മതിയല്ലോ. മനസ്സിലായില്ല? ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾക്ക് വേറൊരു സ്വഭാവം ഉണ്ടാകണം. ഒരു എന്തായിരുന്നു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി കാലേബിനുണ്ടായിരുന്ന സ്വഭാവം? ഇപ്പം ചിലർക്ക് കാലേബെന്ന് പേരിടുന്നുണ്ട്, പക്ഷേ സ്വഭാവത്തിനൊന്നും ഒരു മാറ്റവും ഇല്ല. കണ്ടമിണ്ടുന്നില്ല. ഹല്ലേലൂയ. പണ്ടൊരു കൺവെൻഷൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പം പ്രസംഗം പറഞ്ഞു, തുടർന്ന് വലിയ ക്രൂസൈഡ് 5000 പേരൊക്കെ കൂടി വലിയ മീറ്റിങ്ങാണ്. യോഗം കഴിഞ്ഞപ്പം പ്രസംഗം പറഞ്ഞു, തുടർന്ന് ആരോഗ്യസ്വാമി വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ആരാ? 4 പേര് പിടിച്ച ഒരു അപ്പച്ചനെ കൊണ്ടുവരുന്നു. പേരെന്തുവാ? വല്ല ആരോഗ്യമുണ്ടോ? ജീസസ്. ചിലർക്ക് വെളുമ്പെന്ന് പേരിടും, ഭയങ്കര കറുപ്പായിരിക്കും, പേരും ആളുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെയല്ല. എന്താണ് കാലേബിൻ്റെ മറ്റൊരു സ്വഭാവം? 13 അധ്യായം 1 വാക്യം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഒറ്റുനോക്കേണ്ടതിന് ആളുകളെ അയക്കുക. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോ ആളെ അയക്കണം. മതി. ഞാൻ ഇസ്രായേലിന് കൊടുക്കാനിരിക്കുന്ന കനാൻ ദേശത്തെ ഒറ്റുനോക്കാൻ ജീസസ് കുറെ പേരെ തെരഞ്ഞെടുത്തയക്കണം. ഒരാമയും വരുന്നില്ല.
എടാ, ചിലരൊക്കെ ചിലപ്പം വാക്തത്വം നോക്കി വെച്ച് ചിരിക്കുന്നവരുണ്ട്. അതിൻ്റെ കാരണം എന്താ? അവർക്ക് ഉറപ്പുണ്ട് അത് കിട്ടുമെന്ന്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ. നിന്റെ വിദ്യാഭ്യാസം വെച്ചല്ല നിന്റെ ഭാവി വെളിപ്പെടാൻ പോകുന്നത്. നിന്റെ സൗന്ദര്യം വെച്ചല്ല നിന്റെ ഭാവി വെളിപ്പെടാൻ പോകുന്നേ. ദൈവം നിന്നോട് വാഗ്ദാനം ചെയ്ത ഭാവി നിനക്ക് തരാൻ ദൈവം വിശ്വസ്തനാണ്. ഇസ്രായേലിനോട് പറയുക, നിങ്ങൾ കനാൻ നാട് ഒറ്റുനോക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒറ്റുനോക്കുന്നത് എങ്ങനെയാണെന്നറിയോ? പറഞ്ഞുതരാം. മൂത്തവൻ നടന്നു പോകുമ്പോൾ ഇവൻ ഒരിക്കലും ശരിയാകത്തില്ലെന്ന് പറയരുത്. മൂത്തവൻ ജബിൻ നടന്നു പോവുക, ഉടനെ പറയാ, ഓ അങ്ങനെ നോക്കിക്കൊണ്ട് പറയണം, അവൻ സ്വിറ്റ്സർലൻഡിൽ ഡോക്ടറായിട്ടിരിക്കുമ്പം, ഗ്ലോറി, രാവിലെ 8:45 മഞ്ഞ് പെയ്യുന്ന സമയത്ത് വേണം എനിക്ക് സ്വിറ്റ്സർലൻഡിൽ ഇറങ്ങാൻ. വേണ്ട, മിണ്ടുന്നില്ല. അതെന്താ? വാക്തത്വം വിശ്വാസത്താൽ കാണുന്നൊരു ഭക്തന്റെ വാക്കാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ നിനക്ക് വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. കുറേ നാളൊക്കെ കർത്താവിന് സ്തോത്രം ഈ ലെവലിൽ മിനിസ്ട്രി കാണത്തുള്ളൂ. പിന്നെ അടുത്ത ലെവലില്ല, സ്റ്റേഡിയത്തിലായിരിക്കും യോഗം. അത് ഒറ്റ നോക്കി കഴിഞ്ഞു. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ 10 ഏക്കർ തോട്ടമുള്ള, 10 ഏക്കർ ടൗണിൽ സ്ഥലമുള്ള ഒരാൾ രക്ഷിക്കപ്പെടാൻ പോവാ. അയാൾ 5 ഏക്കർ സഭയ്ക്ക് എഴുതി തരാൻ പോവാ, ഇൻഡോർ സ്റ്റേഡിയം പണിയാൻ. വാക്തത്തെ ഒറ്റ നോക്കും. അല്ലാതെ എൻ്റെ ബ്രദറെ എന്നോ തീ പിടിച്ച വിലയാ. ആര് വില കൊടുക്കുന്നു? എൻ്റെ ബ്രദറെ സെൻറ്റിന് 25 ലക്ഷം രൂപ. അയാൾ ഈ ദിവസം എന്നോടൊരു ബ്രദർ ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. 25 ലക്ഷം രൂപ പെർസെൻറ്റ്, 1 ഏക്കറിന് 25 കോടി രൂപ. ഇവിടെ നോക്ക്. അതിന് ആര് കാശ് കൊടുക്കുന്നു? അവിടെ മിണ്ടുന്നില്ല. ഞങ്ങൾ ഒറ്റ നോക്കുക. 10 ഏക്കർ സ്ഥലമുള്ള രക്ഷിക്കപ്പെട്ടു. അവൻ പറയാം 5 ഏക്കർ സഭയ്ക്ക് ഇരിക്കട്ടെ. ഞാൻ മിണ്ടുന്നില്ല. ഞാനൊരു ദിവസം ഒരു യോഗത്തിന് പോയാൽ ഭയങ്കര ശുശ്രൂഷ വെളിപ്പെട്ടു. ഒരച്ചായൻ കർത്താവിൻ്റെ സ്തോത്രം സഭയ്ക്ക് ചില സ്ഥലം എഴുതി തന്നെ എന്നെ പെടുത്തണം. അന്ന് തന്നെ കൂടെ എഴുതി തന്നെ ചവിട്ടെ. ഞാനൊരു കാര്യം നിന്നോട് പറയാം, ഒറ്റ നോക്കുന്നവന് സമ്പത്ത് വിഷയമല്ല. വിശ്വാസം കൊണ്ട് ആമീൻ പറ. ഓലപ്പുരയ്ക്കകത്തിരുന്ന് മനോഹരമായൊരു വീട് ഒറ്റുനോക്ക്. ഇന്ന് പകൽ വാക്തത്വമുള്ളവൻ ചിലതിനെ ഒറ്റുനോക്ക്. അറിയപ്പെടാത്ത രാജ്യത്തിനെ മിനിസ്ട്രിയെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാ. വിശ്വാസക്കാരെ വിളിച്ചു പറ, ചില വാക്തത്വങ്ങൾ എനിക്കുണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ മകളുടെ കൈകൾ തമ്മിൽ 2.5 ഇഞ്ചോളം നീള വ്യത്യാസമുണ്ട്. 2 കൈയും ഒരേപോലെയാണ് ഈ മകൾ പിടിച്ചിരിക്കുന്നത്. ദൈവം ഈ മകളുടെ ഈ കൈയെ തൊട്ട് ഈ കൈ വളർന്നു വന്ന് മറ്റേ കൈക്കൊപ്പം നിന്നാൽ ഇവൾ സൗഖ്യമാകും. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ 2 വിരലുകൾ ഇവിടെ തൊട്ടിട്ട് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാം 2 വിരലുകൾ. ഇനി ഞാൻ മാറി നിൽക്കുകയാ. യേശു ഈ സിസ്റ്ററെ തൊട്ടാൽ, ജീസസ് കണ്ണ് തുറക്കണമെങ്കിൽ തുറന്ന് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് കാണാം ഈ കൈ. ജീസസ് നിങ്ങൾക്ക് കാണാം ഈ കൈ. ആമീൻ. പൊക്കാവുന്ന അത്രയും പൊക്കിയാ വെച്ചേക്കുന്നത്. ദൈവം ഈ കൈയെ തൊട്ടാൽ ആ കൈ വളർന്നു വരും. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹീലിംഗ് പവർ. ആ കൈ വളർന്നു വരട്ടെ. ആ കൈ വളർന്നു വരട്ടെ. ആ കൈ ഉയർന്നു വരട്ടെ. ഓ ഓ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശു. ഒരേപോലെ ആ കൈകളെ ദൈവം ആക്കിക്കൊള്ളു. ആന്റി, ഈ സ്റ്റേജിലോട്ടൊന്ന് കയറി വരാമോ? അങ്ങോട്ടൊന്ന് കയറി നീന്ന്. എന്ത് ചെയ്യുമ്പോഴാണ് ഈ ബാക്ക് പെയിൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്? എപ്പോഴും വേദനയുണ്ട്. കുനിയുമ്പോഴാണോ വേദന ഉണ്ടാകുന്നത്? കുനിയുമ്പോഴും ഉണ്ട്, നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ ഉണ്ട്. ആന്റി ഒന്ന് ശരിക്കും ആന്റി. ഓ, 10 വർഷം ഇവിടെ നടുവിൽ പിടിച്ചുകൊണ്ടിരുന്ന ദുഷ്ടൻ ഇന്ന് പകൽ വിട്ടുപോയി. ആന്റി ഒന്ന് കുനിഞ്ഞ ആന്റി, നൂന്നേ ആന്റി, ഒന്നുകൂടെ കുനിഞ്ഞ ആന്റി. ആന്റിക്ക് ഇപ്പൊ വേദനയുണ്ടോ ആന്റി നടുവിന്? ഇല്ല. ആന്റി, ഇവരെ ഒന്ന് പരീക്ഷന്മാര് വല്ലതും ഉണ്ട് ആന്റി, ഒന്ന് ചാടി കാണിച്ചേ ആന്റി. ആന്റി ഇങ്ങനെ ചാടുമ്പോ വല്ല വേദനയുണ്ടോ? എന്താ? ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഇത് ചെയ്യുന്നത് ഞങ്ങളല്ല, ഇത് ചെയ്യുന്നവന്റെ പേരാ യേശു. ആന്റി, എത്ര വർഷം കൊണ്ട് ഈ വേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ? 10 വർഷം. 10 വർഷം ഉണ്ടായിട്ട് ഇവിടെ വരുമ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്തിട്ടും വേദന ഇല്ല, ഒട്ടുമില്ല. ജീസസ് എന്താ വിശ്വസിച്ച? യേശു അത്ഭുതമായി വിടുവിക്കുകയായി. ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ.
നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നില്ലേ ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുക, കണ്ണുകളെ അടയ്ക്കുക. ലവ് യു ഫാദർ, യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി, ഇവരുടെ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുന്ന ശക്തി ഇപ്പോൾ അവരിൽ വെളിപ്പെട്ടു വരട്ടെ. ചില കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കുന്ന ദുരാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഭയങ്കര അത്ഭുതം സംഭവിച്ചു തുടങ്ങട്ടെ. ദ നെയിം ഓഫ് ജീസസ്. ഒരു ഹീലിംഗ് പവർ ഇപ്പോൾ വ്യാപരിക്കട്ടെ. കർത്താവെ, തകർക്കപ്പെട്ട കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ ഉയർത്തപ്പെട്ടു തുടങ്ങട്ടെ. ശൂന്യമായിപ്പെട്ട കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ പണിയപ്പെട്ടു തുടങ്ങട്ടെ. എല്ലാ ശാപങ്ങളും ഒഴിഞ്ഞു പോകട്ടെ. പ്രാർത്ഥിച്ച ബ്ലസ് ചെയ്യുന്നവർ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും ഈ TV പ്രോഗ്രാം നിങ്ങൾ കാണുക. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് ഈ TV പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. നിങ്ങൾക്കൊരു നല്ല ദിവസം വരുമ്പോൾ, ഒരു ബർത്ത്ഡേ വരുമ്പോൾ, ഒരു നല്ല ബിസിനസ് നടക്കുമ്പോൾ, നിങ്ങൾക്കൊരു പ്രത്യേക ദിവസം നിങ്ങളുടെ പേരിൽ ലോകം മൊത്തം യേശുവിനെ അറിയട്ടെ. ഈ ശുശ്രൂഷയിലൂടെ ജനലക്ഷങ്ങൾ വിടിവിക്കപ്പെടും. നിങ്ങൾക്കും അതിൽ പങ്കാളിയാകാം. നിങ്ങൾക്ക് ഒരു വീട്ടിൽ സുവിശേഷം പറയാൻ പോകാൻ നേരമില്ലാത്ത ആളാകാം. പക്ഷെ നിങ്ങൾ മനസ്സ് വെച്ചാൽ ലക്ഷങ്ങളെ യേശുവിൽ എത്തിക്കുവാൻ കഴിയും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കോട്ടയത്ത് KPS മേനോൻ ഹാളിലുണ്ട്. ഞായറാഴ്ച 3 സർവീസുണ്ട്. രാവിലെ 8 o'clock സർവീസുണ്ട്, 10 o'clock സർവീസുണ്ട്, വൈകിട്ട് 5 o'clock സർവീസുണ്ട്. കർത്താവ് ആയിരങ്ങളെ കൂട്ടി വരുത്തുന്നു. നമുക്ക് ഒരുമയോടെ കൈകോർക്കാം, ഒന്നിച്ച് കർത്താവിനെ വിളിക്കാം. നിങ്ങളുടെ വീട് സ്വർഗം ഇറങ്ങി പ്രസാദിക്കുന്ന ഭവനമാകട്ടെ. ഗോഡ് ബ്ലസ് യു. നാളെ ഇതേ സമയം വീണ്ടും നമുക്കൊന്നിച്ച് കാണാം.